നമസ്കാരം. പാകിസ്ഥാന്റെ കരസേനാ മേധാവിക്കെതിരെ ഇംഗ്ലണ്ടിൽ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. പാകിസ്ഥാന്റെ കരസേനാ മേധാവി ഇപ്പോൾ ഇംഗ്ലണ്ട് സന്ദർശനത്തിലാണ്. കരസേനാ മേധാവിയായ ജനറൽ സയ്യിദ് അസീം മുനീർ അഹമ്മദ് ഷായ്ക്കെതിരെയാണ് ഇംഗ്ലീഷ് നിയമം S-134 അനുസരിച്ച് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഒരു നിയമ നിർവാഹക ഏജൻസിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കേസ് എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാനിൽ പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ ആർമി ചീഫിനെതിരെ, കരസേനാ മേധാവിക്കെതിരെ ഇംഗ്ലണ്ടിൽ കേസെടുത്തിരിക്കുന്നത്. ഇംഗ്ലണ്ട് അദ്ദേഹം ഇപ്പോൾ സന്ദർശിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ കേസ് കൊണ്ട് വലിയ രീതിയിൽ പ്രശ്നമൊന്നും പാകിസ്ഥാൻ്റെ കരസേനാ മേധാവിക്ക് ഉണ്ടാകണമെന്നില്ല. പാകിസ്ഥാൻ കരസേനാ മേധാവിയെ ഇംഗ്ലണ്ടിൽ അറസ്റ്റ് ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പക്ഷേ ഈ നീക്കത്തിലൂടെ, ഈ നിയമ നടപടിയിലൂടെ ഒരു വലിയ കൂട്ടക്കൊലയുടെ രഹസ്യങ്ങളാണ് ഇപ്പോൾ ലോകമാകെ ചർച്ച ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ വർഷം 2024 നവംബറിൽ പാകിസ്ഥാനിൽ ഒരു വലിയ പ്രക്ഷോഭം നടന്നിരുന്നു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് ലക്ഷ്യമാക്കി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പ്രക്ഷോഭകർ അവിടെ ഇസ്ലാമാബാദിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് അതിന് നേതൃത്വം നൽകിയത്. ആ വലിയ പ്രക്ഷോഭം പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഫെഡറൽ സർക്കാരിനെതിരെയായിരുന്നു. ഷഹബാസ് ഷെരീഫിൻ്റെ സർക്കാരിനെതിരെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെയും അതുപോലെ തന്നെ ഈ ഇമ്രാൻഖാനോട് ഈ ഗവൺമെൻറ് കാട്ടുന്ന ക്രൂരതയ്ക്കെതിരെയുമൊക്കെയാണ് ഈ വലിയ പ്രക്ഷോഭം നടത്തിയത്. ഒരുപക്ഷെ ഇമ്രാൻഖാൻ്റെ ആഹ്വാനപ്രകാരമായിരിക്കാം ഈ വലിയ പ്രക്ഷോഭം നടന്നത്. രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും 10,000-കണക്കിന് ജനങ്ങളാണ് ഇസ്ലാമാബാദിലേക്ക് മാർച്ച് ചെയ്തത്. സർക്കാർ ഈ മാർച്ചിൽ വലുതായി ഭയന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രക്ഷോഭകരെ നേരിടാനായി, സ്വന്തം നാട്ടിലെ പൗരന്മാരെ നേരിടാനായി പാകിസ്ഥാൻ പട്ടാളത്തെ അണിനിരത്താനും മറന്നില്ല, അല്ലെങ്കിൽ മടിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാമാബാദിൻ്റെ കേന്ദ്രത്തിലേക്ക്, അതായത് നഗര ഹൃദയത്തിലേക്ക് പ്രക്ഷോഭകർ കടക്കാതിരിക്കാനായി പാകിസ്ഥാൻ പട്ടാളം പല വിധത്തിലുള്ള വിദ്യകൾ ഒപ്പിച്ചു. അതായത് ഈ പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ വസതികൾ, പാർലമെൻറ്റ്, സുപ്രീം കോടതി എന്നിങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇസ്ലാമാബാദിന് ചുറ്റും അവിടേക്ക് കടക്കാതിരിക്കാൻ കണ്ടെയ്നറുകൾ നിരത്തിയാണ് സൈന്യം പൊതുജനങ്ങളെ തടയാനായി ശ്രമിച്ചത്. പക്ഷേ അതിനൊന്നും സാധിച്ചില്ല. പൊതുജനങ്ങൾ ഒരു കടലിരമ്പം പോലെ തന്നെ ഇസ്ലാമാബാദിലേക്ക് കയറി വന്നു എന്ന വാർത്തയും നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം ആ സമരത്തിന് എന്തു പറ്റി എന്നുള്ളതിനെക്കുറിച്ച് വലുതായി വാർത്തകളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. ആ വാർത്തകളൊന്നും തന്നെ വലിയ ചർച്ചാ വിഷയവുമായിരുന്നില്ല. അവിടെയാണ് ഈ കേസിൻ്റെ പ്രസക്തി. ഈ കേസിലാണ് കൃത്യമായി തന്നെ അവിടെ എന്തു നടന്നു, അതായത് ഈ പ്രക്ഷോഭകർക്ക് നേരെ സൈന്യം വെടിവെച്ചു. ആ വെടിവയ്പ്പിൽ നിരവധി ആളുകളാണ് മരിച്ചു വീണത്. എത്ര പേർ മരിച്ചു വീണു എന്നുള്ളതിനെക്കുറിച്ച് കണക്കൊന്നുമില്ല. മാത്രമല്ല, പാകിസ്ഥാനിലെ ചില മന്ത്രിമാരുടെ ആജ്ഞ അനുസരിച്ച് ഈ കരസേനാ മേധാവി തന്നെയാണ് ഈ വെടിവയ്പ്പിന് ഉത്തരവിട്ടതെന്നും സ്വന്തം നാട്ടുകാർക്കെതിരെ, സ്വന്തം പൗരന്മാർക്കെതിരെ വെടിവെക്കാനുള്ള ഉത്തരവ് പാകിസ്ഥാൻ ഭരണകൂടം നൽകി. അത് പട്ടാളം ഏറ്റെടുത്തത് നടപ്പിലാക്കി. അതായത് ഈ 5 മിനിറ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇനി ഒരുത്തനും പ്രക്ഷോഭകൻ എന്ന നിലയിൽ ഉണ്ടാവില്ല, എല്ലാവരും അപ്രത്യക്ഷമായി പോകും എന്ന് സർക്കാരിൽ നിന്ന് സൈന്യത്തിന് വിവരം ലഭിച്ചുവത്രേ. അതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ പട്ടാളം സ്വന്തം പൗരന്മാർക്ക് നേരെ നിറയൊഴിച്ചു. അതിനുശേഷം നിരവധി ആളുകളാണ് മരിച്ചു വീണത്. ഇതൊരു കൊടും ക്രൂരകൃത്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ക്രൂരകൃത്യമാണ്. ഒരു രാജ്യം, ആ സർക്കാർ അവിടുത്തെ ജനങ്ങളെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ, നിർദോഷികളായ ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു അന്താരാഷ്ട്ര വിഷയമാണ്. ഇതൊരു പാകിസ്ഥാൻ്റെ ഒരു ആഭ്യന്തര കാര്യമായി പരിഗണിക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലണ്ടൻ സന്ദർശിക്കുന്ന ആർമി ചീഫിനെതിരെ, കരസേനാ മേധാവിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൗതുകകരമായ വസ്തുത, ലണ്ടൻ അതോറിറ്റീസ് അല്ലെങ്കിൽ ലണ്ടൻ അധികൃതർ ഇതിനെതിരെ കേസെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ കേസെടുത്തത് ലണ്ടനിലെ പാകിസ്ഥാൻ പൗരന്മാരുടെ പരാതിയെ തുടർന്നാണ് എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഡയസ്പോറ എന്ന് പറയുന്ന ലണ്ടനിൽ സ്ഥിരമായി താമസിക്കുന്ന പാക് വംശജരുടെ സംഘടനയാണ് ഇത്തരത്തിൽ ആർമി ചീഫിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ലണ്ടൻ അധികൃതർക്ക് പരാതി നൽകുന്നതും അതനുസരിച്ച് ഇപ്പോൾ UK-യിലെ പോലീസ് കേസെടുത്തിരിക്കുന്നതും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്.
തീർത്ഥയാത്ര.com, അയൺ ബിൽഡ്, ഗുജറാത്ത്.